പരസ്യപ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ പാലാ മണ്ഡലത്തിൽ കളം നിറഞ്ഞ് ഇടത് സ്ഥാനാർത്ഥി ജോസ് കെ മാണി ആത്മവിശ്വാസത്തോടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പിന്തുണ തേടിയെത്തിയ ജോസ് കെ മാണിയെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പാലാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞതായി കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ പറയുന്നു. ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ജോസ് കെ മാണി വിജയിച്ചു വരണം. പാലായിൽ KM മാണി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോഴുമുള്ളത്. ഇപ്പോഴത്തെ MLA മാണി സി കാപ്പൻ മണ്ഡലത്തോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നതെന്നും PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. കഴിഞ്ഞ 7 വർഷക്കാലമായി അവിടെ ജനപ്രതിനിധിയായിട്ടുള്ള UDFന്റെ പ്രതിനിധി അവിടെ ആ പാലാ അസംബ്ലി മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് കിബി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇതര നിയോജക മണ്ഡലങ്ങളിൽ എന്നുവേണ്ട പൂഞ്ഞാർ നിയോജക മണ്ഡലം, കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം, ഏറ്റുമാനൂർ നിയോജക മണ്ഡലം, ഇങ്ങനെ മണ്ഡലങ്ങളിലെല്ലാം അത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അതാത് മണ്ഡലത്തിൽ കിബി പ്രോജക്റ്റിലൂടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ടതാണ്. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ വേണോ അതെല്ലാം കിബിയിലൂടെയാണ്. 1,25,000 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ നടക്കുമ്പോൾ നമ്മൾ ഒരു ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭയിൽ ക്യാബിനറ്റിൽ അത് കൊണ്ടുവരികയും നിയമസഭയിൽ കൊണ്ടുവരികയും അത് കിബിയിലേക്ക് കൈമാറുകയും വേണം, അതിൻ്റെ ഫണ്ട് മേടിക്കുകയും വേണം. നിർഭാഗ്യവശാൽ ആ പാലാ അസംബ്ലി മണ്ഡലത്തിൽ ഈ ജനപ്രതിനിധി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, നിയമസഭയിൽ നിന്ന് നിയമസഭാ രേഖകൾ പുറത്തു വരുന്നത് അദ്ദേഹം അവിടെ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ലെന്ന് മാത്രമല്ല, 10% താഴെ അറ്റൻഡൻസ് ഉള്ള ഒരു MLA ആയിട്ടാണ് അദ്ദേഹത്തിനെ കാണാൻ കഴിയുന്നത്. ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ജോസ് കെ മാണി അലങ്കരിക്കുമെന്നും PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മൂന്നാമതൊരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്യാബിനറ്റ് മന്ത്രിയായി, പാലായ്ക്കൊരു മന്ത്രിയായി ജോസ് കെ മാണി വരാൻ പോവുകയാണ്. അത് ജോസ് കെ മാണി വരുമ്പോൾ പാലാക്കാരുടെ ഏറ്റവും വലിയ ഒരു നല്ല കാലത്തിലേക്കാണ് വരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.